വാ നമുക്ക് കളിക്കാൻ പോവാം. നിന്റെ പരീക്ഷ എത്തിയേ. അതോർത്ത് വേവലാതി വേണ്ടച്ചാ. അവളുടെ പഠിത്തം ടീച്ചിങ് കാർഡ് നോക്കിക്കോളൂ. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ് കിച്ചൺ. നമ്മളിന്ന് വാഴക്കാപ്പം, അത് ഹെൽത്തി വാഴക്കാപ്പം, മീനമ്മാസ് റെസിപ്പി. അതോടെ പഴംപൊരി വയലത്തിലും. അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്യൻ സിനിമയിൽ മറ്റേ എണ്ണയിലിട്ട് പൊരിക്കുന്ന പോലെ രണ്ടുപേരും കൂടെ എണ്ണയിലിട്ട് പൊരിക്കും. മൈനാവേ മൈനാവേ. அப்போ நான் பொட்டனா? അത് അടുത്ത കരുതി കുട്ടി ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമല്ലേ? പുതിയ വീട്ടിലോട്ട് മാറിക്കഴിഞ്ഞാൽ എന്താ പ്ലാൻ? രാവിലെ അശ്വിൻ കുക്ക് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ദിയ കുക്ക് ചെയ്യുന്നു, അതെ, രാത്രി ഒന്നിച്ച് നമ്മൾ ഹെൽപ്പിന് എന്തായാലും ഇതിലൊരു ചേച്ചി അവിടെ വിളിക്കും. നിങ്ങളെ ഹസ്ബൻഡ് വൈഫ് കല്യാണം കഴിഞ്ഞ കോമഡിയാണ്. ചെറിയ ചെറിയ മഴത്തുള്ളികൾ നാടൻ പാട്ടൊക്കെ ഇഷാനിയെ കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞു സംസാരിക്കത്തേ ഇല്ലല്ലേ, അപ്പൊ ഇഷാനി മറ്റേ അങ്ങനെയൊന്നുമില്ല പറഞ്ഞു. അതൊക്കെ കൂടെ കണക്കാക്കി ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരെണ്ണത്തെ എനിക്ക് കിട്ടിയിരുന്നതോ നിൽക്കണം. കാറ്റ് നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ. കാറ്റ് നല്ല വീശിട്ട് നല്ല വേർക്കൊന്നുണ്ട് അവിടെ. ക്ലിപ്പ് ചെയ്യണം, നശിപ്പിച്ചത് കണ്ടാ ഉടനെ ഒന്ന് ഇത് വിട്ടോ. എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് യൂസ്ലെസ് അല്ല, അത്യാവശ്യം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ് കിച്ചൺ. വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ് കിച്ചൺ. പറ, വെൽക്കം പറ. വെൽക്കം ബാക്ക് ടു ഹാപ്പി ഫ്രെയിംസ് കിച്ചൺ. ഇപ്പൊ ഓസിറ്റ് ഓക്കീസ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞു. സോ മീ പാർവതി ബാബു വിത്ത് ദിയ കൃഷ്ണ ആൻഡ് അശ്വിൻ ഗണേഷ്. ഓക്കെ, അപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു വലിയ സംഭാഷണത്തിന് ശേഷം, അതെ, ഒരു ഭയങ്കര വലിയ കുക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, ഒന്ന് റെസ്റ്റ് എടുത്ത് നമ്മളൊന്ന് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. യെസ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഷെഫ് വന്നിട്ട് അശ്വിനല്ല, ദിയ. ഞാൻ പെട്ടെന്ന് ഭാഗ്യം അവനായിരുന്നു, രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു വന്നപ്പോ ഛേ എന്നായി പോയി. പെട്ടെന്ന് ഒരു ഹാർട്ട് പെട്ടെന്ന് അശ്വിൻ പറ്റി, അയ്യോ ഞാൻ പ്രിപ്പയർഡ് അല്ല. അശ്വിനല്ല, ദിയാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുക്കിംഗ് മര്യാദക്ക് അറിയില്ല. ദിയക്ക് മാത്രമാണ് കുക്കിംഗ് അറിയുന്നത്. അശ്വിൻ, തുടങ്ങാം. നമ്മൾ എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? പറയൂ. നമ്മളിന്ന് വാഴക്കാപ്പം, അത് ഹെൽത്തി വാഴക്കാപ്പം, മീനമ്മാസ് റെസിപ്പി. യെസ്, അതാണ് ഹൈലൈറ്റ്. മീനമ്മാസ് റെസിപ്പിയാണ്. കാരണം ഞാൻ ഇങ്ങനെ ദിയടുത്ത് നമ്മൾ എന്തുണ്ടാക്കും എന്നിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കുറെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു. ദിയൊക്കെ എല്ലാം പുച്ഛിച്ചു വിട്ടു. ഞാൻ പറഞ്ഞു പായസം അച്ചാറും ഒന്നും എന്നെ കൊണ്ടുണ്ടാക്കാൻ പറ്റൂല. അതൊന്നും പറ്റത്തേ ഇല്ല. വെറൈറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ്. അതൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് ഐ സജസ്റ്റഡ് വാഴക്കപ്പം. ആൻഡ് ഓൾസോ ഞാൻ അശ്വിൻ്റെ അമ്മ ഉണ്ടാക്കിയ റെസിപ്പി വാസ് എ ഹെൽത്തി വാഴക്കപ്പ റെസിപ്പി. അപ്പോൾ ഞാൻ വെച്ചു ആൾക്കാർക്ക് കാണുന്നവർക്കും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഷീ വാസ് ഓൾസോ നല്ല സജഷൻ. അപ്പോൾ നമുക്ക് അത് ചെയ്യാവുന്ന. അതെ, പഴംപൊരി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പഴംപൊരി. യെസ്, അപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ മാഡം, എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്? ഓക്കെ, ഇൻഗ്രീഡിയൻസ് വളരെ ചുരുക്കം. എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉള്ള റെസിപ്പി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഷുഗർ മാത്രം നോർമലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷുഗർ അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ വരാം. ആദ്യം നമുക്ക് വേണ്ടത് ഗോതമ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമുള്ള. ക്വാണ്ടിറ്റിയുടെ അളവൊന്നും എനിക്ക് അറിയത്തില്ല, പറഞ്ഞുതരാം. ഞങ്ങളൊരു രൂപത്തിലങ്ങ് എടുത്തു. ഒരു 2 വാഴക്കപ്പോൾ 2 പഴം കട്ട് ചെയ്ത് ആക്കാനുള്ള നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിയൊക്കെ ഒരു സ്പൂണേ വരത്തുള്ളൂ. നമ്മളൊരു ഭംഗിക്ക് ഡെക്കറേറ്റ് ചെയ്തൊരു ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗറാണ്. ഓക്കെ, അത് കുറേ പേര് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. അത് നമ്മുടെ റിഫൈൻഡ് ഷുഗർ അല്ല, അതിന് തൊട്ട് മുന്നേ ഉള്ള പ്രോസസ്സിലുള്ള ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഹെൽത്തിയർ ആണ്. ആൻഡ് നോർമൽ ഷുഗർ, റിഫൈൻഡ് ഷുഗറിനകത്തുള്ള അത്രയും ബാഡ് കണ്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇതിലില്ല. ഇറ്റ്സ് മോർ ഹെൽത്തിയർ. ആൻഡ് ദെൻ നമുക്ക് ഒരു ബൗളിലാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാധനം. അല്ല, ഇത് അശ്വിൻ്റെ അമ്മ എടുത്തപ്പോൾ ഞാനും മനസ്സിൽ വിചാരിച്ചു ദോശമാവോ, അതെന്തിനാ ആൻറ്റി ദോശ ചൂടാൻ പോവാണെന്ന് ചോദിച്ചു. അപ്പോൾ ദോശമാവാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട് ഈ ദോശമാവ് ഇടുന്നതിനകത്ത്. ദ 2 തിങ്സ് ആർ, ഒന്ന് ബേക്കിംഗ് സോഡ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, വിച്ച് ഇസ് എ ഹെൽത്തി. ബേക്കിംഗ് സോഡ ഇസ് വെരി നോൺ ഹെൽത്തി തിങ്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം വെക്കുമ്പോൾ ഇറ്റ്സ് ഹെൽത്തി. രണ്ടാമത് അരിപ്പൊടി നമ്മൾ സാധാരണ ക്രിസ്പിന് വേണ്ടി ഇടാറുണ്ട്. അരിപ്പൊടി നമ്മൾ ബജിയിലൊക്കെ ക്രിസ്പിന് വേണ്ടി ഇടും. ഇതിനകത്ത് അരിയും ഉണ്ട്. അപ്പോൾ അരിയും ഉണ്ട്, എന്നാൽ ഈസ്റ്റ് ഉള്ളതുകൊണ്ട് ആ ബേക്കിംഗ് സോഡയുടെ ഒരു യൂസ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ചിട്ട് കൊടുത്താൽ
നമ്മുടെ പഴംപൊരി നല്ല ബബിളായിട്ട് നല്ല ബലൂൺ പോലെ പൊങ്ങി വരികയും ചെയ്യും, എന്നാൽ ക്രിസ്പി ആയിരിക്കും, കാരണം അരി ഉണ്ട് അതിനകത്ത്. അതെ അതെ, ഞങ്ങൾക്ക് വായിൽ കപ്പലോടുന്നു ദിയ. യെസ്, ഓക്കെ. എന്നിട്ട് അടുത്ത് നമുക്ക് വരുന്നത് നമ്മുടെ മെയിൻ ഏത്തപ്പഴം. ഏത്തപ്പഴം ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട്, ഇത്രയൊന്നും ഞാൻ ആക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതേ പാർവതി ഇത്രയൊന്നും എന്നെ കൊണ്ട് വെട്ടാൻ പറ്റില്ല, ഞാൻ 2 എണ്ണം വെട്ടി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. പിന്നെ നമുക്കതേ നമ്മുടെ കോക്കനട്ട് ഓയിൽ. യെസ്, എല്ലാവരുടെയും ഫേവറേറ്റ് കോക്കനട്ട് ഓയിൽ. അശ്വിൻ്റെ വീട്ടിൽ വാഴക്കപ്പം ഉണ്ടാക്കുമ്പോൾ കോക്കനട്ട് ആണ്, പക്ഷെ അല്ലെങ്കിൽ എപ്പോഴും നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. പൊതുവേ തമിഴ്നാട്ടിൽ എല്ലാവരും നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ലെണ്ണ ഇഷ്ടമല്ല. ഓക്കെ, ഇറ്റ് ഇസ് ഹെൽത്തിയർ, ബട്ട് ഐ പ്രിഫർ കോക്കനട്ട് ഓയിൽ. അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ. റിഫൈൻഡ് ഓയിൽ, എനിക്ക് കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ഇഷ്ടം. ആൻഡ് ദെൻ വാട്ടർ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ ബാറ്റർ എല്ലാം മിക്സ് ചെയ്യാനായിട്ടുള്ള വാട്ടർ. മൊത്തത്തിലൊരു ഹെൽത്തി സെറ്റപ്പാണ് ഇവിടെ. ഫുൾ ഹെൽത്തി. കാരണം മൈദ വെച്ചിട്ടാണ് സാധാരണ നമ്മൾ, പക്ഷെ ഇതിൽ നമ്മൾ ഗോതമ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതെ, റിഫൈൻഡ് ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ. നമ്മൾ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ദോശമാവിലുള്ള ഈസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബേക്കിംഗ്, അതിന്റെ സെയിം ഓൾട്ടർനേറ്റീവ്. അതെ, കഴിച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ പറയാം മീനമ്മ എന്നുള്ളത് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ഞങ്ങൾ വേണമെങ്കിൽ പഴം ഉരിയാൻ ഹെൽപ്പ് ചെയ്യുക. എന്നാ ഉരിയാൻ ഹെൽപ്പ് ചെയ്തു തരൂ കുട്ടികളെ. We are the helpers. നല്ല കുട്ടികൾ, മറ്റേ ഇവിടുത്തെ അസിസ്റ്റന്റ് ഷെഫ്. ഇത് മാത്രമേ അറിയാവുള്ളൂ. ഇതെങ്കിലും അറിയാം. അതെ അതെ അതെ, മാഗി ഉണ്ടാക്കാൻ അറിയാം. മാഗി മറ്റേ സ്ട്രീറ്റ് സ്റ്റൈൽ മാഗി ഒക്കെ അശ്വന്ത ഇതുപോലത്തെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ പാത്രവും ഈ സ്ഥലവും കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ രാത്രി. യെസ്, തന്നോളൂ. മര്യാദ ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ അശ്വിന്റെ അമ്മ ഇതാക്കുന്നത് മറ്റേ ഇതുപോലെ ഒരച്ചെടുക്കാൻ പറ്റുന്ന സാധനം ഉണ്ടല്ലോ, വളരെ തിൻ സ്ലൈസ് ആയിട്ട് കൊടുക്കാൻ. എനിക്കത് ചെയ്യാൻ അറിയത്തില്ല, കാരണം അതെനിക്ക് ഞാൻ മറ്റേ ഈ ഫൈനൽ ഡെസ്റ്റിനേഷനെ കണ്ട ആൾക്കാരുടെ കൈയൊക്കെ അതിൽ കൂടെ ചെത്തി പോകുന്നേ കണ്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് പേടിയാ. ഞാൻ കത്തി വെച്ച് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തിന്നായിട്ട് വെട്ടും കേട്ടോ, അത്രയൊക്കെ പറ്റത്തുള്ളൂ. എനിക്ക് അതിനേക്കാൾ കൂടെ ഡെക്കറേഷൻ അത് കുഴപ്പമില്ല, എനിക്ക് അതൊക്കെ കട്ട് ചെയ്യാനൊക്കെ വളരെ നല്ലപോലെ അറിയാം, പേടിക്കണ്ട. എന്ത് ഭംഗിയായിട്ടാ മുറിക്കുന്നല്ലേ. അതെ അതെ അതെ, വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ മുറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഞങ്ങൾ ഇത്രയും പൊക്കിയാ മതിയോ? ഇത്രയും മതി. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഗൂഗിൾ പേ ചെയ്ത് തരാം. ഓക്കെ, ഉണ്ടായി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മതി. അയ്യോ അയ്യോ, സത്യം പറഞ്ഞാൽ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയല്ലേ, എനിക്ക് ഫീലാവും. ഇല്ല അത് പറയില്ല. അതോടെ പഴംപൊരി വയലത്തിന്. അതെ, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും കൂടെ അന്യൻ സിനിമയിൽ മറ്റേ എണ്ണയിലിട്ട് പൊരിക്കുന്ന പോലെ രണ്ടുപേരെയും കൂടെ ഞാൻ എണ്ണയിലിട്ട് പൊരിക്കും. പഴംപൊരി യൂഷ്വലി ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണ്. പൊതുവേ പഴംപൊരി കഴിക്കാറില്ല. ഹിസ് എ ബജി ഫാൻ. കുറെ സാധനങ്ങൾ ഒരേപോലെ ഉണ്ടല്ലേ. ഈ അമ്പലത്തിൽ ഉത്സവത്തിന് പോണതിനെ ഞാൻ ബജ്ജി കഴിക്കാൻ. അത് ഉണ്ടാക്കാൻ പറഞ്ഞ പോലെയാണ്. ഇവിടെ വന്നപ്പോഴേ അല്ല ബീഫ് വരട്ടിയൊക്കെ ചെയ്യാറുണ്ടല്ലോ. എങ്ങനെ വരട്ടുന്ന സാധനം? ബീഫ് വരട്ടുന്ന എങ്ങനെയാന്ന് പറഞ്ഞു. അശ്വിന് നോൺ വെജ് ആണോ കൂടുതൽ ഇഷ്ടം? യെസ് യെസ്, ഓഫ് കോഴ്സ്. പക്ഷെ വീട്ടിലെ എല്ലാരും വെജ് ആട്ടോ. വീട്ടിലെല്ലാരും വെജാ. ഹി ഡസ് നോട്ട് ഈറ്റ് ഫിഷ്. ഹി ഡസന്റ് ലൈക്ക് ഫിഷ്. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റാ, ഫിഷ് ആണ് ഫേവറേറ്റ്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ബാറ്റർ റെഡിയാക്കാം. ദാ തിന്നായിട്ട് ഞങ്ങൾ സ്ലൈസ് ചെയ്തു. അടിപൊളിയായി ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് അല്ലേ? അതെ, താങ്ക് യു സോ മച്ച് എവരിബഡി. ഞാൻ പൊങ്ങിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഗോതമ്പ് മാവ് എടുക്കാമേ. ASMR പോലെ അവിടെ അടിച്ചിട്. എന്തോന്ന് സൗണ്ട് ആ തല്ലിട്ട് പൊട്ടിക്ക് ഞാൻ ഇപ്പൊ എല്ലാം. ഈ അശ്വിൻ പാതിരാത്രി ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കിയാണ് മാഗി ഉണ്ടാക്കുന്നത് അല്ലേ ദിയ? അതെ, ASMR കാണാറുണ്ടോ? ഇവന് ഭയങ്കര ഇഷ്ടമാണ് ASMR മാഗി വീഡിയോസ്. മാഗി ഏതായാലും ബിരിയാണി നല്ലല്ലേ. നമുക്ക് ഒരു ടിഞ്ച് ഓഫ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാമേ. മഞ്ഞപ്പൊടി ഇവിടെ ഗോതമ്പൊടി എത്ര സ്പൂൺ എടുത്തു? ഞാൻ ഐ തിങ്ക് ഒരു 5 to 6 സ്പൂൺ എടുത്തു ഞാൻ. യെസ്, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു ഞാൻ. പിന്നെ ബ്രൗൺ ഷുഗർ ഞാൻ കുറച്ച് ഇടുന്നുണ്ട് ക്വാണ്ടിറ്റി, കാരണം ഇല്ലെങ്കിൽ ഈ പഴത്തിന് വലിയ പഴുത്ത പഴം അല്ല, അതുകൊണ്ട് അതിൻ്റെതായ ഒരു മധുരം ഉണ്ടാവത്തില്ല. സോ ഞാനൊരു 5 to 6 സ്പൂൺസ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ദോശമാവ്, അത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഒരുപാടൊന്നും ഇടണ്ട, ജസ്റ്റ് ഐ എം ടേക്കിംഗ് എ സ്പൂൺ. ഓക്കെ, പിന്നെ ഇത്രയും പഴം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. ഒട്ടും കുറയ്ക്കണം. ഇത്രയും പഴം ഉള്ളതുകൊണ്ട് ഞങ്ങൾ 2 സ്പൂൺ. ഒരു 2 സ്പൂൺ ഇട്ടില്ല, ഒരു 1.5 ഞാൻ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച്, ഞാൻ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്, ബിക്കോസ് എനിക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നത് ഇഷ്ടമല്ല. കൈ കൊണ്ട് മിക്സ് ചെയ്താലേ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അതെ, യെസ്. അത് ദിയയുടെ വ്ലോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. കൈകൊണ്ട് മിക്സ് ചെയ്യും. അതെ അതെ, എനിക്കിപ്പോ സ്പൂൺ കൊണ്ട് ഫുഡ് കഴിക്കുന്നത് ഇഷ്ടമല്ല. അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയേ അല്ല. കൈ കൊണ്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കൊണ്ട് കഴിക്കുമ്പോൾ കിട്ടത്തില്ല. അതാ അതങ്ങനെ നമുക്ക് ഫുഡ്, പ്രത്യേകിച്ച് ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുഴച്ച് കഴിച്ചേ പറ്റത്തുള്ളൂ.
നമുക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ കൂടി ചേർത്ത് കുഴച്ച് എനിക്ക് സ്പൂൺ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് എനിക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ. സ്പൂൺ ഉപയോഗിക്കാൻ അറിയാത്തോണ്ട് അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തിന്നോളാം. അതെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ഇട്ട അശ്വിനകത്ത്? അശ്വിൻ ഒന്ന് ഓർത്ത് പറഞ്ഞു. അതാ ടാസ്ക് കൊടുക്കാം. ഇതില് ഗോതമ്പ്, ആ മഞ്ഞപ്പൊടി, ആ ഇച്ചിരി ബ്രൗൺ ഷുഗർ, ആ ഇച്ചിരി ദോശമാവ്, ഓക്കെ. പിന്നെ വെള്ളം വെച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നു. ആദ്യമേ നമ്മൾ പഴം കട്ട് ചെയ്തു, അതിൽ ജസ്റ്റ് ഈ തൊലി നമ്മൾ ബാറ്റർ ഭയങ്കര വെള്ളം പോലെ ആവാൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ പഴത്തിലോട്ട് ഒട്ടത്തില്ല. ആ, അപ്പൊ അധികം വെള്ളം പോലെ ആവരുത്. നല്ലൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മളെപ്പോഴും. അത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ചെയ്താൽ മതി. സാവധാനം, ഒറ്റയടിക്ക് ഒഴിക്കണ്ട. പേഷ്യൻസ്. അതെ, ഒറ്റയടിക്ക് ഒഴിച്ചാൽ ചില സമയത്ത് വെള്ളം കൂടിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ എന്തുണ്ടാക്കിയാലും ലവോടെ ഉണ്ടാക്കണം. യെസ്, സ്നേഹത്തോടെ ഉണ്ടാക്കിയാൽ അപ്പുറത്തിരിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടും. ഇപ്പൊ ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? പാട്. ഏതാണ്ട് അങ്ങനെ ദിയ കുക്ക് ചെയ്യുന്നത് അത് എന്ത് രസമായിട്ടാ ചെയ്യുന്നത് നോക്കൂ. ഞാൻ ദിയ അരിഞ്ഞ പഴം കൈ വെച്ചിരിക്കുന്നു. ഒരു പാട്ട് പാട്. പാട്ട് പറ ദിയ, ഒരു പാട്ട് പാട്. എന്തായാലും ആയല്ലോ. എനിക്ക് ദിയ ഒന്ന് പാടിയാ കൊള്ളാന്നുണ്ട്. ഞാൻ പാടാറില്ല. ഇല്ല, ഞാൻ ആടാറേ ഉള്ളൂ. ഞാൻ ആടും, ഡാൻസ് കളിക്കും. അല്ല, എന്റെ ഉള്ളായിരുന്നപ്പോ കൊറേ പ്രാവശ്യം ഒരു പാട്ട് എത്ര തവണ പാടി? ഒരു പാട്ടേ പാടിയുള്ളൂ. 2 സഹാനയും പാടി, അതും പാടി. എന്താണ് അശ്വിൻ, ഇത് കുക്ക് ചെയ്യുമ്പോ വേറെ വൈബല്ലേ? അപ്പൊ ഒരു പാട്ട് പാട്. ഉമ്മ പാടിക്കോ. ആ, മൈനാവേ മൈനാവേ. അത് അടുത്ത പാടുന്നതാണ് കിട്ടാത്തത്. ഞാൻ കുക്ക് ചെയ്യട്ടെ, പാട്. ഈ ഒരു തിക്നെസ്സിൽ കിട്ടണം ബാറ്റർ. അപ്പോ ബാറ്റർ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ബാറ്റർ റെഡി. കറക്റ്റ് ഞങ്ങൾ ഇത് മുക്കി പൊരിക്കാൻ പോകുന്ന സമയം മഴ പെയ്തിരിക്കുകയാണ് ഗൈസ്. യെസ്. അല്ല, മഴയത്ത് പഴംപൊരി കഴിക്കാൻ പ്രത്യേക ഫീല. അതെ, ചെറിയൊരു കട്ടൻ ചായ, ഒരു കട്ടൻ ചായയും കൂടെ തെറ്റിയത് കൊതിയൻ. കൊതിയായി. ഞങ്ങളുടെ കുക്കിംഗ് മഴയും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് മിക്സ് ചെയ്താലോ? അല്ല, ആദ്യം നമുക്ക് അടുപ്പ് ഓണാക്കണം. നിങ്ങളിങ്ങനെ ചുമ്മാ നിൽക്കണ്ട, അടുപ്പ് ഓണാക്കി. അതെങ്കിലും നമുക്ക് ചെയ്യാം. അതെ, അതെടുത്ത് വെച്ചിട്ട് ഇത് ഒഴുക്കി പകുതി ഡു ഇറ്റ്. എന്തൊക്കെ ഓണാവണില്ല. സോറി, ഞങ്ങൾ ഇച്ചിരി വ്യൂവിൽ ഇവിടുത്തെ ഇത് ചെയ്യും. നേരത്തെ ഇതാണ് ഓണമായത്. കുറച്ച് വ്യൂ സെറ്റപ്പ് പിടിച്ചപ്പോ നല്ല കാറ്റുണ്ട് കേട്ടോ. എപ്പോ ഭയങ്കര കാറ്റും മഴയും പെട്ടെന്ന് ഭയങ്കര വ്യൂ പിടിച്ചതാ. അതെ, അത് തന്നെ. ഓക്കെ, എണ്ണ ഒഴിച്ചോളൂ. അത്യാവശ്യം ഒരു 5-6 പീസ് നമുക്ക് മുങ്ങി കിടക്കുന്ന പോലെ എണ്ണ ഒഴിച്ചോളൂ. ഓക്കെ, പറയണേ നിർത്താൻ. ഒഴിച്ചോളൂ. ഒഴിച്ചോളൂ. കുറച്ചും കൂടെ മതി. മതി. ഓക്കെ, വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? അതെ, ഇത് ഇന്നസെന്റ് പറയില്ലേ, ഇത് വേസ്റ്റ് ഗ്ലാസ്സാ, വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാൻ. ഒഴിച്ചോളൂ കുറച്ചും കൂടെ. ഇനി നമുക്ക് മാമിന് ഇവിടെ നിർത്താം. മാഡം വെൽക്കം ദാറ്റ് സൈഡ്. യെസ്, കുട്ടികൾ രണ്ടുപേരും സൈഡിൽ മാറി എന്നോളൂ. എണ്ണ ആദ്യം ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് അത് കുറച്ച് സമയം എടുക്കും. ഈ കാറ്റത്ത് തിളച്ച് വരട്ടെ. തീയൊന്നും ആഞ്ഞു പോയില്ലല്ലോ അല്ലേ? കത്തുന്നുണ്ട്. അശ്വിന് എരിവാണ് കൂടുതൽ ഇഷ്ടം. ദിയക്കോ? എനിക്ക് എരിവാണ് ഇഷ്ടം, പക്ഷെ എനിക്ക് പൊതുവെ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മധുരത്തിന്റെ ആളേ അല്ല. അപ്പൊ ഞാനും ഇവനും കേക്ക് തന്നെ കുറച്ച് നമ്മൾ കഴിക്കത്തുള്ളൂ. നമ്മളെ കേക്ക് കഴിയും. നമ്മൾ രണ്ടുപേരും എരിവിന്റെ ആളാണ്. പക്ഷെ എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടം. ചൂടോടെ വറുത്ത് കിട്ടിയ ഇഷ്ടമാണ്. അശ്വിന്റെ പഴംപൊരി ഞാൻ ആക്കിയിട്ട് കൊടുത്താൽ മിണ്ടാതെ 2-3 തിന്നും, അല്ലാതെ അവനായിട്ട് കഴിക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ നാഗവല്ലി. അതന്നെ, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഴിക്കും കേട്ടോ, അല്ലാതെ കഴിക്കത്തില്ല. അല്ലാതെ ബജിയാണ് ഇഷ്ടം. ബജി, ചിക്കൻ പക്കോട, കോളിഫ്ലവർ പക്കോടയൊക്കെയാണ് ഇഷ്ടം. അതൊക്കെ അറിയാം ദിയക്ക് ഉണ്ടാക്കാൻ? എനിക്കറിയാം, അതെല്ലാം എനിക്ക് ഉണ്ടാക്കാറിയാം. ഞാൻ പക്ഷേ മീൻകറി സ്പെഷ്യലിസ്റ്റ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവ മീൻ കഴിക്കത്തില്ല. മീൻകറി സ്പെഷ്യലിസ്റ്റ് ആണ് ഞാൻ. ട്രൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ കണവ ഇവിടെ വെച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. കണവ ഒരു പീസ് കൊടുത്തു, കഴിച്ച് മൊത്തം ഫുഡ് ബാത്റൂമിൽ ഓടിച്ചെന്ന് ഛർദ്ദിച്ചു. മൊത്തം കൊഞ്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഛർദ്ദിച്ചു. പിന്നെ ഞാൻ ട്രൈ ചെയ്തില്ല. ബാക്കി നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചൂടായി വരുന്നതേ ഉള്ളൂ. അതെ. മറ്റേ പുതിയ വീട്ടിലോട്ട് മാറിക്കഴിഞ്ഞാൽ എന്താ പ്ലാൻ? രാവിലെ അശ്വിൻ കുക്ക് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ദിയ കുക്ക് ചെയ്യുന്നു, രാത്രി ഒന്നിച്ച്. നമ്മൾ ഹെൽപ്പിന് എന്തായാലും ഇതിലൊരു ചേച്ചി അവിടെ വിളിക്കും. ജസ്റ്റ് 3 to 4 hours വരുന്ന പോലെ. ജസ്റ്റ് സാധനങ്ങളൊക്കെ മറ്റേ ലഞ്ചിന് വേണ്ടിയുള്ളതൊന്നും ഒന്ന് അരിഞ്ഞ് വെക്കാൻ, കുറച്ച് ഉള്ളിയോ മുളകോ അങ്ങനെ അരിഞ്ഞൊക്കെ വെക്കാനൊക്കെ വേണ്ടി ഒന്ന് പറഞ്ഞു വെക്കും. കുക്കിംഗ് ഞാൻ തന്നെ ചെയ്യും. കാരണം ഞാൻ കഴിക്കുന്ന സാധനങ്ങൾ ഞാൻ തന്നെ, ഇപ്പൊ എൻ്റെ വീട്ടിലുള്ളവരല്ലാതെ വേറെ ആരും കുക്ക് ചെയ്ത് എനിക്ക് ഇഷ്ടമല്ല. ഫയൽ കുക്ക് അങ്ങനെ. പിന്നെ അശ്വിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ചിലതൊക്കെ അറിയാം. മാഗി ചോറിനോട് കഴിക്കാനുള്ള മറ്റേ മോര് കറി, പുളിശ്ശേരി, പിന്നെ നമ്മുടെ കാരക്കുഴമ്പ്,
ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ എനിക്കറിയാം. അതൊക്കെ ആക്കി കൊടുത്താൽ മിണ്ടാതിന്നും. നിങ്ങളെ ഹസ്ബൻഡ് വൈഫ് കല്യാണം കഴിഞ്ഞ കോമഡിയാണ്. അതെ, അത് വിശ്വസിക്കാൻ പറ്റുണ്ടോ? അയ്യോ എനിക്ക് ഹസ്ബൻഡ് വൈഫായിട്ട് നമ്മൾ ആവാൻ പോകുന്നത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴും. എനിക്ക് ആലോചന ചിരിയാ വരുന്നത്. ലൈക്ക് ഞാൻ പുറത്തിറങ്ങി ദിസ് മൈ ഹസ്ബൻഡ് എന്നെ വായിന്ന് വരുമോന്ന് പോലും എനിക്കറിയില്ല. ഇറ്റ്സ് മൈ ബോയ് ഫ്രണ്ട് എന്ന് എനിക്ക് വരത്തുള്ളൂ. ഇത് ദിയ എപ്പോഴാ കഴിച്ച? ഒരു തവണ കഴിച്ചോളാം മീനമ്മ ഉണ്ടാക്കിയിട്ട്. അയ്യോ, ഒരു തവണ കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഡെയിലി ഡെയിലി ഇത് വേണമെന്ന് പറയും. പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു ദിവസം പുള്ളിക്കാരി അവിടെ സാധനങ്ങളൊക്കെ മേടിച്ചത് വെച്ചിട്ട് പോയി നാട്ടിലെവിടെ. അപ്പം ഞാൻ ഉണ്ടാക്കി, എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കി. ആ സ്പൂൺ വെച്ച് അശ്വിൻ ജസ്റ്റ് അതിനൊന്ന് മറച്ചു നോക്കി ആ സാധനം ആയോ എന്നപ്പോൾ അറിയാൻ പറ്റും. ആ മറച്ചു നോക്കും. Come on, do it, man. ASMR കളിക്കല്ലേ? തിളച്ച എണ്ണയാണ്. ഇച്ചിരി ടിഷ്യൂ വെച്ച് തുടച്ചു കൊടുത്തു. അതിന് വെള്ളമുണ്ട്. വെള്ളം അല്ലെങ്കിൽ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. ഇതാണ് നമ്മുടെ മെയിൻ. ഓ ബുദ്ധിയുണ്ട്. ബുദ്ധി എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. ജീവന്റെ കാര്യമല്ലേ? അതെ അത് ശരിയാ. ചെറിയ ചെറിയ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി. പാട്ടൊക്കെ വരും. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. ദിയ ഇവിടെ വീട്ടിലെല്ലാരും സെറ്റ്, അശ്വിൻ അവിടെ എല്ലാരും സെറ്റ്, ഹൻസുമായിട്ട് കുറച്ച് സെറ്റ്. ഹൻസിക്കായിട്ട് ഇപ്പം പണ്ട് സംസാരിക്കും. ഹൻസിക്ക് എന്തെങ്കിലും കോമഡി ഒക്കെ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് തിരിച്ച് ഭയങ്കര കാര്യമായിട്ടൊക്കെ റിപ്ലൈ കൊടുക്കും. അപ്പൊ ഹൻസിക്ക് ഇവനും പണ്ടേ ഒരു കോളേജ് ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കാറുണ്ട്. ഇഷാനിയും അശ്വിനും ആണ് ഇപ്പൊ ഒന്ന് പതുക്കെ പച്ചപ്പായി സംസാരിച്ച് വരുന്നത്. അതെ, കാരണം രണ്ടുപേരും ആരോട് സംസാരിക്കാത്തവർ, രണ്ടുപേരും ആംബിവേർഡ്സ് ആണ്. കംഫർട്ടബിൾ അല്ലെങ്കിൽ സംസാരിക്കത്തില്ല, രണ്ടുപേരും ഒരേ ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് രണ്ടുപേർക്കും ടൈം എടുത്തു. ലൈക്ക് ഇതെല്ലാം കൂടെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൂടെ കണക്കാക്കി. അല്ല, ഇവന്റെ അമ്മ അത് തന്നെ പറഞ്ഞു. ഇഷാനിയെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു സംസാരിക്കത്തേ ഇല്ലല്ലേ. അപ്പൊ ഇഷാനി മറ്റേ അങ്ങനെയൊന്നുമില്ല പറഞ്ഞു. അതൊക്കെ കൂടെ കണക്കാക്കി ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരെണ്ണത്തിനാണ് എനിക്ക് കിട്ടിയിരുന്നോ നിൽക്കണം. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയി. പെട്ടെന്ന് എന്നെ യു ടോക്കിംഗ് അബൌട്ട് മീ അങ്ങനെ ആയിപ്പോയി ഞാൻ പെട്ടെന്ന്. അല്ലെ അശ്വിന്റെ വീട്ടിലെല്ലാരോടും വന്നപ്പോ എന്ത് ടെൻഷൻ ആയിരുന്നു മുഖത്ത്. ക്യാമറയുടെ മുഖത്തേ നോക്കുന്നില്ല, ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കായിരുന്നു. അപ്പൊ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഫൈനലി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് വേറെ കാര്യം. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ കുട്ടി പഴം സ്ലൈസ് നമുക്ക് റെഡിയാക്കാം. എടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടൊന്ന് കമത്തി മറിച്ച് അതിനെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അശ്വിൻ എന്തിനാ വെള്ളം ഇറക്കുന്നേ? ഇങ്ങനെ ജസ്റ്റ് ഇപ്പൊ കാണാം, ഇതൊരു മുളക് ബജി എന്ന രീതിയിലാണ് ഞാൻ. മുളക് ബജി ആണെന്ന് വിചാരിച്ചുകൊണ്ട് കഴിക്കാം എന്നൊക്കെ. നീ ഒരു വാക്ക് പറയണം, നമുക്ക് ഈ ബാറ്ററിൽ മുളക് ബജി ഉണ്ടാക്കായിരുന്നു. കറക്റ്റ്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഗോതമ്പ് മാവല്ല പൊന്നു മോളെ. അയ്യോ എൻ്റെ അമ്മേ. നമ്മൾ ഓരോ പഴം ഓരോന്നായി ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇടാൻ പറ്റത്തുള്ളൂ. അതെ, അടിച്ചു കയറി വാ, എടുക്കണം. എന്താ കേറി വാ എന്നൊക്കെ എന്റെ അടുത്ത് എല്ലാം മലയാളം ഡയലോഗ്സ്. അല്ല, ഇത് ഞാനാണ് പറഞ്ഞു വെറുപ്പിക്കുമ്പോ അത് ഇവന്റെ തലേക്ക്. ഞാൻ അതിനെ ഉപേക്ഷിക്കുമ്പോ ഇവ അതിനെ ഉപയോഗിക്കും. നോക്ക്, എല്ലാം കൂടെ ഇടാൻ പറ്റുമോ? നമുക്ക് എല്ലാം കൂടെ എന്തായാലും ഇടാൻ പറ്റൂല. നമുക്കൊരു 8 കഷ്ണം അങ്ങ് ഇടാം. ബാക്കി അടുത്ത ബാച്ചായിട്ട് ഇടാം. ഇത് പിടിച്ചോ. നമ്മൾ ആദ്യം ഇട്ടതിനൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അടി പിടിക്കും. ഒന്ന് ടച്ച് ചെയ്ത് വിട്ട് കൊടുക്കണം. ഈ ലെഫ്റ്റ് ഹാൻഡ് വളരെ യൂസ്ലെസ് ആണ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ്. അശ്വിൻ പൊതുവേ അല്ല, എനിക്ക് കുഴപ്പമില്ല, എന്തായാലും മുക്കാവുള്ളതല്ലേ. ഞാൻ ഇങ്ങനെ നിന്നോളാം. ഞാൻ എന്തായാലും മുക്കാവുള്ളത്, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കാന്ന്. അതെ, ഇപ്പഴേ ഫ്ലിപ്പ് ചെയ്യണ്ട, ഫ്ലിപ്പ് ചെയ്യണ്ട. നശിപ്പിച്ചത് കണ്ടാ ഉടനെ ഒന്ന് അതിനെ ജസ്റ്റ് ഒന്ന് അനക്കി വിട്ടാൽ മതിയിടോ. ഇത് ഈ പാത്രം ഇല്ലേ, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നോൺ സ്റ്റിക്ക് ആയിരുന്നില്ല. അതാണ് ചെറിയൊരു ഇഷ്യൂ. അടിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അശ്വിൻ്റെ ഒക്കെ വീട്ടിലൊന്നും അടി ഒട്ടിപ്പിടിക്കത്തില്ല. അയ്യോ, ഇത് അടി ഒട്ടിപ്പിടിക്കുന്ന പാത്രമാണേ ദൈവമേ. നോൺ സ്റ്റിക്ക് പാത്രം തന്നെ ഉപയോഗിക്കണം കേട്ടോ. അത് മെയിനായിട്ട് ഞാൻ ഇപ്പോഴേ പറയുന്നത്. നോൺ സ്റ്റിക്ക് അല്ലായിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അയ്യോ, റെസിപ്പി സൂപ്പറാ. ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് വിട്ടോ. എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് യൂസ്ലെസ് ആയിട്ട്. കാരണം ഇത് ബിഗിനിങ് ആ സാധനം ഇട്ടപ്പോഴേ മാവ് ഇട്ടപ്പോഴേ ഡൗട്ട് അടിച്ചു നോൺ സ്റ്റിക്ക് ആണോ അല്ലേ എന്നുള്ളതേ. വരുന്നുണ്ട്. എനിക്ക് ഇൻസ്ട്രക്ഷൻ ക്ലിയർ ആയില്ല. അതൊന്നും ഒഴിച്ചു തരുമോ അശ്വിൻ? വെള്ളം ഒഴിച്ചു തരുമോ?
A few moments later. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, പയ്യെ കാറ്റുള്ളതുകൊണ്ട് ഇവിടെ തീ, നമ്മുടെ സ്റ്റവില് തീ കുറച്ച് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിന്റേതായ ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം വന്നപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടിപ്പോയി. ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ബാക്ക്ഗ്രൗണ്ട്, മഴ, പഴംപൊരി, പിന്നെ ഞാനിവിടെ വന്നിട്ട് ഷെഫ് എന്നൊക്കെ പറഞ്ഞ വലിയ ഓറളിച്ച് നിൽക്കുകയായിരുന്നു. ലാസ്റ്റ് മറ്റേ പാട്ട് വേണ്ട കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ. കാറ്റ് നല്ല വീശിട്ട് നല്ല വേർക്കുന്നുണ്ട് ഇവിടെ. അടുപ്പിന്റെ മൂട്ടിൽ നിന്നാ പിന്നെ അല്ലാതെ പ്രയത്നം കൊണ്ടല്ല. അതെ, അപ്പൊ നമ്മള് ഇപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് തീരുന്ന വക്കിലെത്തി. പാത്രം ചെറിയൊരു ഇച്ചിരി അടി പിടിച്ചു. അപ്പൊ അതിന്റെ അപ്പൊ ഞാൻ നല്ലപോലെ ഒന്ന് കോരി നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് എടുക്കാം. ഓക്കെ, അതിനു മുന്നേ കണ്ണമ്മാന്ന് എപ്പോഴാണ് അശ്വിൻ ദിയനെ വിളിക്കാൻ തുടങ്ങിയത്? പേരിങ്ങനെ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു 1-2 months കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നെ അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരും വിളിക്കുന്ന കേട്ടിട്ടോ അങ്ങനെയൊന്നും അല്ല. പുള്ളിക്കാരൻ്റെ വീട്ടിൽ തന്നെ ഞാൻ മുമ്പ് പോയിട്ടുള്ളപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, പുള്ളിക്കാരൻ്റെ ചേട്ടൻ്റെ മോള് 5 വയസ്സായിരുന്നു കഴിഞ്ഞ വർഷം. പുള്ളിക്കാരി അവിടെ നിൽക്കുമ്പോൾ ഇവൻ്റെ അമ്മയാണ് ഫുഡ് കൊടുക്കുന്നതൊക്കെ, ലഞ്ചിനൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ചേട്ടനെ ചേച്ചി അവിടെ ഇടയ്ക്ക് വിടുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ പുള്ളിക്കാരി കൊച്ചിങ്ങനെ ഓടുമ്പോഴത്തേക്കും അവൻ്റെ അമ്മേനെ അയ്യോ കണ്ണമ്മ ഇങ്ങ് വാമ്മ ചാപ്പിടുമ്മ ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിങ്ങനെ കണ്ണുമാ. അപ്പോഴെനിക്ക് മനസ്സിലായത് ഇതങ്ങനെ ലവേഴ്സിനെ മാത്രം വിളിക്കുന്ന ഒരു വാക്കല്ല, നമ്മളൊരു കുഞ്ഞിനെ കൊഞ്ചിക്കുമ്പോൾ പോലും വിളിക്കുന്ന കണ്ണമ്മ എന്നാ. അങ്ങനെ അപ്പൊ എനിക്ക് ആദ്യം ആൾ വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, അത് പുറത്താരെങ്കിലും കേട്ടാൽ അത് ക്ലീശയാണോ ക്രിഞ്ചാണോ, അയ്യോ അത് അങ്ങനെ കണ്ണമ്മ എന്നൊക്കെ വിളിച്ചാൽ അല്ല ഓസി എന്നൊക്കെ വിളിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇത് പിന്നീട് എനിക്ക് മനസ്സിലായത് ഇവരുടെ അവിടെ ഒരു ഡിയർ വൺ, നമ്മളൊരു കുഞ്ഞിനെ വിളിക്കുന്ന പോലെ കെയർ ചെയ്യുന്ന വിളിക്കുന്ന, അല്ലാതെ മറ്റേ ഒരാളെ കേൾപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നതല്ല. ആൻഡ് ദെൻ ഐ അക്സെപ്റ്റഡ് ദാറ്റ്. അപ്പൊ എന്നെ ഇവൻ അങ്ങനെ വിളിക്കുമ്പോൾ ഒരു തരിച്ചങ്ങ് ഒരിച്ച്. പിന്നീട് എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. കാരണം വീട്ടിലെ ഒരു ആവയായിട്ട് എന്നെ കണ്ട് കൊഞ്ചിച്ച് വിളിക്കുന്ന പോലെ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്. സോ ഐ ലവ് ദാറ്റ്. അങ്ങനെ കാണിച്ചു കൊടുക്ക് ബാബു. ടാറ്റു കാണിച്ചു കൊടുക്ക. ബാബു ടാറ്റു ചെയ്തിട്ടുണ്ട് കണ്ണമ്മ തമിഴില്. നമ്മള് പട്ടായയിൽ പോയി അടിച്ചതാ. പട്ടായ നീ ഇനി ബാബുന്ന് അടിക്കും ഇവിടെ. ബാബുന്ന് അടിച്ച് എന്റെ അപ്പച്ചി പേര്, അപ്പച്ചിയുടെ പേര് ഞാൻ ടാറ്റു ചെയ്ത് വെച്ചേക്കണം. അപ്പച്ചിയോടുള്ള സ്നേഹം കൊണ്ട്. അപ്പച്ചിയുടെ പേര് ബാബു എന്നാ, പെറ്റ് നെയിം. അതെ, അപ്പൊ നമുക്ക് പതുക്കെ കോരി എടുക്കാൻ സംഗതി കോരാം. അതെ, പഴമ്പഴ മുഴുമുഴ കഴിക്കാനാണ് കിട്ടിയിട്ടുണ്ട്. അല്ല ഇതല്ല കഴിക്കാൻ ഏറ്റവും ഇഷ്ടം. അതെ അതെ അതെ, എനിക്ക് ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കുന്ന ആ മാവിൽ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. വെളിയിൽ നിന്നാണെങ്കിൽ ഞാൻ അത് കഴിക്കത്തില്ല. എന്റെ വീട്ടിലുണ്ടാക്കുമ്പോ ലാസ്റ്റ് മാവ് എന്നത് വെറുതെ എന്റെ വീട്ടിലാക്കും. മാവ് എങ്ങനെയുണ്ട്? മാവ് പോലെ ചുമ്മാ പറയണ്ട. അല്ല ശരിക്കും വേറെ ടേസ്റ്റാ, ഡിഫറെന്റ് ടേസ്റ്റ്. നോർമൽ കഴിക്കുന്ന പഴംപൊരിയുടെ ടേസ്റ്റ് അല്ല. കൊതിയൻ കഴിച്ചോ? മാവ് കഴിച്ചു നോക്കിട്ടോ. ഞാൻ ആക്കുന്ന ഉണ്ണിയപ്പത്തിനകത്ത് ഈ ഒരു ടേസ്റ്റ് അല്ലേ? നമ്മൾ അത്രയും ബ്രൗൺ ഷുഗർ ഇട്ടെങ്കിലും ഭയങ്കര മധുരം. അതാ ഞാൻ പറഞ്ഞത് ബ്രൗൺ ഷുഗർ അങ്ങനെ ഇട്ടാലും വലിയ മധുരം വരില്ല. ചൂടായോണ്ടാട്ടാ പഴംപൊരി എടുക്കാത്ത. അതെ, ഈ മാവ് വെച്ച് തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ. ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് പണിയും തീരും. അതിന് ഒട്ടും അടി പിടിക്കാതെ നിങ്ങൾക്ക് ടക്ക് ടക്കെന്ന് കോരി എടുക്കാൻ പറ്റും. അത് എന്റെ സജഷൻ. അതെ, ചില പഴം മാത്രം ഞങ്ങളുടെ ഒന്ന് വിട്ടുപോയി. കാരണം അടിയിൽ ഒട്ടിപ്പിടിച്ചു. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല നോൺ സ്റ്റിക്ക് അല്ല എന്നുള്ളത്. ആയിരുന്നെങ്കിൽ ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിച്ചേനെ. എല്ലാവർക്കും നിങ്ങളെ പാഠം പഠിപ്പിക്കാനാണ് നമ്മളെ ഇതൊരു പ്രയത്നമായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. പിടിച്ചിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് വൈകിട്ടൊക്കെ കഴിക്കാൻ പറ്റും, കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും. ബിക്കോസ് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാം. ഞങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും എനിക്ക് ആരുടെ ഒരു ഹെൽപ്പ് വേണം. ഫുൾ കോരി എടുത്തൊരു പ്ലേറ്റ് വെച്ച് എവിടെയും സമാധാനമായിട്ട് പോയി നമ്മൾ കഴിക്കട്ടെ. അതെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ ഒരു റെസിപ്പി കാണിച്ചു. കാരണം ഞാൻ ദിയോട് ഓൾറെഡി ഞാൻ ആദ്യമേ പറഞ്ഞു എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ കുക്കിംഗ് മാത്രമേ ദിയേന്റെ മുഖം കാണുമ്പോൾ അത് മാത്രമേ കുക്കിംഗ് വേറെ എന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യും. ഒരു തേങ്ങയും വരുന്നില്ല, കുക്കിംഗ് തന്നെ മതി എന്ന് ഉറപ്പിച്ചു. ഞാനും പറഞ്ഞു എനിക്കും താല്പര്യമുണ്ട്. അതെ, കുറെ ഡിഷ് ആയിട്ട് വന്നപ്പോൾ ആദ്യം പുച്ഛിച്ചു കിട്ടും, ഞാൻ ഇത് ഉണ്ടാക്കിക്കോളാം. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായ താഴെ വന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്തു, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. അല്ലേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യണ്ട. നമ്മളുടെ മീനമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. മരുമകൾ ഇങ്ങനെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ബാബു ഓൾസോ. ബാബു യു ഓൾസോ ബി പ്രൗഡ്.
താങ്ക് യു ഫോർ അറേഞ്ചിങ് ദിസ് ഫോർ അസ്. ഞാൻ ഇത്ര ഭംഗിയുള്ള സെറ്റപ്പിൽ ഞാൻ ഇന്നേ വരെ കുക്ക് ചെയ്തിട്ടില്ല. ഞാനും അതുകൊണ്ട് ഐ ഹാവ് ടു താങ്ക് പാർവതി ഫോർ ദാറ്റ്, ബിക്കോസ് പുള്ളിക്കാരിയാണ് മൊത്തം അറേഞ്ച് ചെയ്തത്. സോ ഐ ഹാവ് ടു താങ്ക് പാർവതി. അതിന്റെ കുറച്ച് അഹങ്കാരം കൊണ്ട് ഇച്ചിരി മഴ പെയ്തു. അഹങ്കരിച്ച് നിന്നപ്പോഴത്തേക്ക് മഴ പെയ്തു. നീ പഴംപൊരി സമാധാനമായിട്ട് തിന്നണ്ടാന്ന്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിയ, താങ്ക് യു അശ്വിൻ. നമ്മുടെ വ്യൂവേഴ്സിന് അടുത്ത് ബൈ ബൈ. അവര് പൊയ്ക്കോട്ടെ, നമുക്ക് ഓവർടേക്ക് ചെയ്യണ്ട, പയ്യെ പോയാ മതി. ഞാൻ അങ്ങനെ ചെന്ന് ഓവർടേക്ക് ചെയ്ത് KSRTC ബസ്സായിട്ട് വരെ ഇടി ഉണ്ടാക്കി. ഇന്നോവയുടെ ബാക്ക് ഒരു ഏരിയ മൊത്തം അടിച്ച് തെറിച്ച്. എല്ലാ അമ്മമാരും ഇഷ്ടത്തോടെ ഒരു ബ്ലഡ് റിലേഷനിൽ ആക്ച്വലി വരുന്നതാണ് നമ്മുടെ ഇപ്പം റിലേറ്റീവ്. ഓക്കെ, അത് കാണും. പക്ഷേ അമ്മേനെ ഇഷ്ടമാണോ എന്ന് എടുത്ത് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല. ദാറ്റ് ഇസ് നോട്ട് എ ക്വസ്റ്റ്യൻ ടു ബി നോൺ. ആൾക്കാർക്ക് ലോയലായിട്ടിരിക്കാനൊക്കെ പറ്റുമല്ലേ? അതിന് പറ്റാഞ്ഞിട്ടല്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ അതില്. അതെനിക്ക് ഇയാളെ കണ്ടതിന് ശേഷം മനസ്സിലായത്. പക്ഷെ എനിക്ക് ഡിസ്നി ലാൻഡിൽ പോകണം എന്നുണ്ട്, ലാസ് വേഗസിൽ പോകണം എന്നുണ്ട്. എന്താണ് ഫേവറേറ്റ് മെമ്മറി ടുഗദർ എന്താ എഴുതിയത്? ഞാൻ ദുബായ് എനിക്ക് മൊത്തം നിന്റെ അമ്മേനെ എന്റെ അമ്മേനെ വീട്ടിൽ വിളിക്കാം. അവർ രണ്ടും കൂടെ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ. കൊച്ചിനെ ഒരുക്കി പൗഡർ ഇട്ട് റെഡിയാക്കുമ്പോ നമുക്ക് രണ്ടും കൂടെ നോക്കാം. ഞാൻ മറ്റേ അമ്മമാര് പിള്ളേരെ പിടിച്ചിട്ട് കൂട്ടണ പോലെ ഞാൻ പിടിച്ചെടുത്തു. ഞാൻ അടിക്കുമ്പോ ചിരിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഇച്ചിരി ഇട്ടിട്ടാവും. ഞാൻ പറയും എന്തിനോടോ ചിരിക്കണേ, കരയടോ എന്തിനോടോ ചിരിക്കണേ, അങ്ങനെ ഞാൻ ചോദിക്കും. അങ്ങനെ എന്നവളെ അടി എന്നവളെ എന്തൻ இதயத்தை தொலைத்து விட்டேன் எந்த இடம் அது தொலைந்த இடம் இந்த விட்டேன்